നമോ നാരായണായ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആളുകൾ ആമമോതിരത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആമമോതിരം എല്ലാവർക്കും ധരിക്കാമോ? അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആമമോതിരം ധരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തുടങ്ങി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരുപാട് ഊഹാപോഹങ്ങളും തെറ്റിദ്ധാരണകളുമുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയാമോ എന്ന് പലരായിട്ട് ചോദിക്കുകയുണ്ടായി. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആമമോതിരത്തെക്കുറിച്ചാണ്. ഇത് ധരിക്കുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടുന്നതിനും ആത്മീയമായ ഉന്നതിയിലെത്തുന്നതിനും ഈശ്വര ചൈതന്യം നമ്മളിൽ നിറയുന്നതിനും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാരുടെ കടാക്ഷം നേടുന്നതിനും തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും അത്യുന്നതി പ്രാപിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ആമമോതിരം. ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണു ഭഗവാന്റെ രണ്ടാമത്തെ മഹത്തായ അവതാരമാണ് കൂർമാവതാരം. കൂർമ്മം എന്നാൽ ആമ എന്നാണ് അർത്ഥം. മഹാവിഷ്ണു ഭഗവാന്റെ പത്നിയാണ് മഹാലക്ഷ്മി ദേവി. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അവതാരമായ ഭഗവാന്റെ അംശമായിട്ടുള്ള കൂർമ്മങ്ങൾ അല്ലെങ്കിൽ ആമകൾ മഹാലക്ഷ്മി ദേവിക്കും അത്യധികം പ്രിയങ്കരമാർന്നതാണ്. പൊതുവെ കടലിൽ വസിക്കുന്ന സർവ്വ ജീവജാലങ്ങളിലും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും നിറഞ്ഞിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആമകളിലും ദേവിയുടെ കടാക്ഷം അല്ലെങ്കിൽ ദേവിയുടെ സാമീപ്യം കുടികൊള്ളുന്നുണ്ട്. ഇങ്ങനെയുള്ള ആമമോതിരം നമ്മൾ ധരിക്കുന്നതിലൂടെ മഹാവിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കും. ആമമോതിരം സാധാരണ മോതിരം ധരിക്കുന്നത് പോലെ ധരിക്കേണ്ട ഒന്നല്ല. അതിന് ചില രീതികളുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ ധരിക്കാവുന്ന ഒന്നാണ് ആമമോതിരം. സ്ത്രീകൾക്ക് ഇടത് കൈയിലും പുരുഷന്മാർക്ക് വലത് കൈയിലും ആമമോതിരം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നിരുന്നാലും കൈമാറി ധരിച്ചതുകൊണ്ട് യാതൊരു ദോഷവുമില്ല എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം പലർക്കുമുള്ള തെറ്റിദ്ധാരണയാണ് കൈമാറി ധരിച്ചു കഴിഞ്ഞാൽ അത് ദോഷഫലങ്ങൾ കൊണ്ടുവരും എന്നുള്ളത്. ഒരിക്കലും ഇല്ല. ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട്, വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നമ്മൾ ധരിക്കുന്നതാണ് ഈ ആമമോതിരം. അപ്പോൾ അത് കൈമാറി ധരിച്ചു എന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. അങ്ങനെ ധരിച്ചു കഴിഞ്ഞാൽ ദോഷം വരും എന്നൊക്കെ പറയുന്നത്. പക്ഷെ യഥാർത്ഥമായിട്ട് സ്ത്രീകൾ ഇടത് കൈയിലും പുരുഷന്മാർ വലത് കൈയിലും ധരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഈ മോതിരം ധരിക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ആമയുടെ നോട്ടം അല്ലെങ്കിൽ ആമയുടെ ആ ഒരു മുഖം നമുക്ക് നേരെ വരുന്ന രീതിയിൽ വേണം നമ്മൾ മോതിരം അണിയാനായിട്ട്. ഇനി അത് ദിവസവും നമ്മൾ കുളിക്കുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കുക. ഒരു ചെറിയ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കി എടുക്കാനും മറക്കരുത്. ആമ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ശക്തിയെയും ആവാഹിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പൊ അതിൻ്റെ ആ ഒരു മുഖം നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന രീതിയിൽ അണിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അതിന് യഥാർത്ഥ ശക്തി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഒരുപാട് ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യം, ചില രാശിക്കാര് ഇത് ധരിക്കാൻ പാടില്ല എന്ന് പലരും പറയുന്നത് കേൾക്കുകയുണ്ടായി. അങ്ങനെ ധരിക്കാൻ പാടുണ്ടോ? ഏതൊക്കെ രാശിക്കാർക്ക് ധരിക്കാം, ഏതൊക്കെ രാശിക്കാർക്ക് ധരിക്കാൻ പാടില്ല? തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണിത്. കാരണം വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഇന്ന വ്യക്തികൾക്ക് എന്ന് മാത്രമായിട്ടല്ല. ആർക്കും ഭഗവാനെ ഭജിക്കാം, ആർക്കും ലക്ഷ്മി ദേവിയെ ഭജിക്കാം, പ്രാർത്ഥിക്കാം, ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം നേടാം. അതുപോലെ തന്നെ അങ്ങനെ ഏതൊരു വ്യക്തിക്കും, ഞാൻ ആദ്യമേ പറഞ്ഞു, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ധരിക്കാൻ സാധിക്കുന്ന ഒരു മോതിരം തന്നെയാണ് ആമമോതിരം. ഇന്ന രാശിക്കാർക്ക് അത് ധരിക്കാം, ഇന്ന രാശിക്കാർക്ക് ധരിക്കാൻ പാടില്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ രാശി ഏതും തന്നെ ആയിക്കൊള്ളട്ടെ, വിശ്വാസവും ഭക്തിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധരിക്കാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ദൈവികമായിട്ടുള്ള ഏതൊരു കാര്യം ചെയ്യുന്ന സമയത്തും വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസമില്ലാതെ നമ്മൾ അത് ധരിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ദേവിയുടെയും ഭഗവാന്റെയും കടാക്ഷവും അനുഗ്രഹവും ലഭിക്കും. ഇനി അതുപോലെ തന്നെ സ്വർണത്തിലും വെള്ളിയിലും നമുക്ക് ആമമോതിരം ധരിക്കാവുന്നതാണ്. എന്നിരുന്നാലും വെള്ളിയിലുള്ള ആമമോതിരം ധരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത്. കാരണം വെള്ളി ശുക്രനെ പ്രതിനിധീകരിക്കുന്ന ഒരു ലോഹമാണ്. മാത്രവുമല്ല ശുക്രൻ എന്നുള്ള ഗ്രഹം മഹാലക്ഷ്മിയാൽ ഭരിക്കപ്പെടുന്ന ഗ്രഹവുമാണ്. വെള്ളി മഹാലക്ഷ്മിക്ക് അതിപ്രിയങ്കരമാർന്ന ഒരു ലോഹമാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയിൽ തീർത്ത ആമമോതിരം ധരിക്കുന്നതാണ് അതിവിശേഷം. എന്ന് കരുതി സ്വർണത്തിൽ ധരിക്കാൻ പാടില്ല എന്നുള്ളതല്ല. സ്വർണത്തിനേക്കാൾ വില കുറവാണ് വെള്ളിക്ക്. സാധാരണക്കാർക്കും വെള്ളിയുടെ ആമമോതിരം വാങ്ങിക്കാൻ സാധിക്കും എന്ന് കരുതുന്നു. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വെള്ളി ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നതൊന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് പലരിലും കണ്ടുവരുന്ന ഒരു സംശയം, നമ്മളിത് ഒരു ആത്മീയപരമായിട്ട് ഈ ഒരു മോതിരം അണിഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. ഏത് ഭക്ഷണവും നമുക്ക് കഴിക്കാം, അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നോൺ വെജ് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആമമോതിരം ധരിക്കാൻ പാടില്ല എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ആമമോതിരം ധരിച്ചത് കൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ഭക്ഷണം ഒഴിവാക്കണമെന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോൺ വെജ് ഭക്ഷണം കഴിച്ച ശേഷം ആ മോതിരം ഒന്ന് അഴിച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് അണിഞ്ഞതുകൊണ്ട്, ഈ ഒരു മോതിരം അണിഞ്ഞതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ഭക്ഷണ കാര്യത്തിൽ വ്യത്യാസം വരുത്തേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഈ ഒരു മോതിരം ധരിക്കാമോ എന്നുള്ളതും പലരും ചോദിക്കുകയുണ്ടായി. സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഈ ഒരു മോതിരം ധരിക്കുന്നത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് അത് അണിയുന്നതാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തും നിങ്ങൾക്ക് അണിയാവുന്നതാണ്. നിങ്ങൾ ആർത്തവശേഷം ശരീരശുദ്ധി വന്നു കഴിഞ്ഞാൽ ആ മോതിരവും കൂടി ഊരി ഒന്ന് ശുദ്ധജലത്തിൽ കഴുകുക, അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾ വെള്ളത്തിൽ കഴുകി എടുക്കാവുന്നതാണ്. ഇനി ആദ്യമായിട്ട് അണിയുന്ന ദിവസം സ്ത്രീകൾ ഇല്ലാത്ത ദിവസം ആർത്തവ സമയത്ത് ധരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആർത്തവ സമയത്ത് പോയി ആമമോതിരം വാങ്ങിച്ചു കൊണ്ടുവന്ന് അണിയാതിരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആർത്തവം സംഭവിക്കുമ്പോഴും അത് ഊരി വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇനി ഈ മോതിരം ധരിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം മൂദേവി വസിക്കുന്ന സ്ഥലങ്ങളാണ് ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ മൂദേവിയെ നമ്മൾ ആഗമിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി നമ്മുടെ കയ്യിലിരിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ, അതൊക്കെയും തന്നെ മൂദേവി വസിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയെ പടിയിറങ്ങുന്നതിന് കാരണമാകും. ഇനി ആമമോതിരം വാങ്ങിക്കാൻ ഉത്തമമായിട്ടുള്ള ദിവസം ഏതാണ് എന്നുള്ളതും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിവസം വ്യാഴം വെള്ളി ദിവസങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം വ്യാഴാഴ്ച വാങ്ങിക്കുന്നതാണ്. അതുപോലെ ആമമോതിരം വാങ്ങിയ ഉടനെ തന്നെ ധരിക്കാനായിട്ട് പാടില്ല. വാങ്ങിക്കൊണ്ടുവന്ന ശേഷം, അതായത് നിങ്ങളിപ്പോൾ വ്യാഴാഴ്ചയാണ് വാങ്ങിച്ചു കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ഈ ഒരു ആമമോതിരം വാങ്ങിച്ചു കൊണ്ടുവന്ന് ശുദ്ധിയോടുകൂടി വേണം പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാനായിട്ട്. ശേഷം കൊണ്ടുവന്ന് മഞ്ഞൾ വെള്ളത്തിലോ അല്ലെങ്കിൽ അല്പം ഉപ്പ് വെള്ളത്തിലോ പാലിലോ പനിനീരിലോ അങ്ങനെ ഇതിലേതെങ്കിലും ഒന്നിൽ കുറച്ചു നേരം ഇട്ട് വയ്ക്കുക. അതിനുശേഷം ശുദ്ധജലത്തിൽ കഴുകിയെടുക്കുക. ഇനി ഒരു ഇലയിൽ അല്പം പൂക്കളൊക്കെ വെച്ച് ഈ ആമമോതിരം വെച്ച ശേഷം ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയുടെ മുന്നിലായിട്ട് ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ച് ഈ ഒരു മോതിരവും പൂക്കളും ഒക്കെ ഒന്ന് വയ്ക്കുക, സമർപ്പിക്കുക. ദേവിയുടെ ചൈതന്യം അതിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വ്യാഴാഴ്ച ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഒരു നെയ്വിളക്ക് രാവിലെ തന്നെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലായിട്ട് തെളിയിച്ച ശേഷം ഈ മോതിരം എടുത്ത് കയ്യിൽ അണിയുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി ഏത് വിരലിലാണ് അണിയേണ്ടത് എന്ന് സംശയമുള്ളവരോട്, നിങ്ങൾക്ക് ഏത് വിരലിലും അണിയാവുന്നതാണ്. ചൂണ്ടുവിരലിലോ മോതിര വിരലിലോ അതുപോലെ തന്നെ മിഡിൽ ഫിംഗറിലോ ചെറുവിരലിലോ ഏത് വിരലിലും ഇടാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചയുണ്ടാവാനും ഈ ഒരു ആമമോതിരം അണിയുന്നത് വഴി സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ, കടബാധ്യതകൾ ഇല്ലാതാക്കാൻ, ഏതൊരു കാര്യത്തിലും വിജയം സ്വന്തമാക്കാൻ, കർമ്മമേഖലയിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാവാൻ, ബിസിനസ് ഒക്കെ നടത്തുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ ലാഭം ഉണ്ടാകാൻ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഉയർച്ചയുണ്ടാവാൻ
നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് നിങ്ങൾക്ക് വലുതാവാൻ ഈ ഒരു ആമമോതിരം ധരിക്കുന്നത് വഴി സാധിക്കും. പലരും ഇന്നത്തെ കാലത്ത് ഫാഷന്റെ ഭാഗമായിട്ടൊക്കെ ധരിക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ശക്തിയുള്ള ഒന്നാണ് ഈ ഒരു ആമമോതിരം എന്ന് പറയുന്നത്. ഏതൊരാൾക്കും ധരിക്കാം. അത്രയേറെ പ്രാധാന്യമുള്ള, അത്രയേറെ ശക്തിയുള്ള ഒന്നാണിത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.